ഹായ് ഫ്രണ്ട്സ്, ചെറിയ ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമിഴ്നയിൽ കണ്ടു കാണും, മുള വെച്ചുള്ള ഒരു ചെറിയൊരു കറി വയ്ക്കുന്ന വീഡിയോ. അതായത് നമ്മുടെ നാട്ടിലൊന്നും ഈ മുളയെ കുറിച്ച്, ഈ മുള കറി വെച്ച് കഴിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് അറിയാമെന്നുള്ളവരും കാണും, പക്ഷേ എന്നെ സംബന്ധിച്ച് ആർക്കും വലിയ അറിയത്തില്ല. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല, ഇവിടെ വന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഈ മുള കറി വെച്ച് കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അത് ഏത് ഭാഗമാണ് കഴിക്കേണ്ടതെന്നുള്ളതും ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് മുള പറിക്കുന്നത് പോയി ആദ്യം കാണാം. ഫ്രണ്ട്സ്, ഇവിടെ നിന്നാണ് നമ്മൾ ആ മുള പറിക്കുന്നത്. അപ്പോൾ ഈ മുളയിൽ ഏത് ഭാഗമാണ് നമ്മൾ പറിച്ച് കഴിക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് അതായത് ഈ മുള പൊടിച്ച് പുതിയതായിട്ട് പൊടിച്ച് വരുന്നതാണ്. അതായത് കുരുപ്പെന്ന് പറയും. ഈ പൊടിച്ച് നിൽക്കുന്ന, വളർന്ന് നിൽക്കുന്ന, പൊടിച്ച് വരുന്നതാണ് നമ്മൾ പറിച്ച് കഴിക്കുന്നത്. അത് പറിച്ച് കറി വയ്ക്കേണ്ടത് ഈ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സാധനം. നമ്മൾ നേരത്തെ മരത്തിൽ കണ്ടായിരുന്നു, അവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറിച്ചുകൊണ്ട് വന്നതാണ്. മൊത്തം 5 എണ്ണം ഞാൻ പറിച്ചായിരുന്നു. ഒരുപാട് പറിച്ചില്ല, 5 എണ്ണം പറിച്ചായിരുന്നു. അവിടെ ഇനി ഒരുപാടുണ്ട്. ഇത് തന്നെ ധാരാളമാണ്. ഇത് ഇതിനി നമ്മൾ ഉരിച്ചെടുക്കണം. ഇത് ഉരിച്ച് വരുമ്പം നമ്മുടെ തെങ്ങിൻ്റെ മണ്ട ഉണ്ടല്ലോ, തെങ്ങിൻ്റെ മണ്ട പോലെ ഇരിക്കും ഇത് കാണാൻ വേണ്ടി. ഇതിൻ്റെ അകമൊക്കെ കഴിക്കാൻ ഏകദേശം അതുപോലെയാണ്, പക്ഷെ ടേസ്റ്റ് അങ്ങനെയല്ല. അപ്പം എന്തായാലും നമുക്കിനി ഇതിന് ഉരിച്ച് അവിക്കണം. അപ്പം അതിൻ്റെ പരിപാടികൾ നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇതിൽ ഈ ഹാർഡായിട്ടുള്ള ഭാഗം നമ്മളങ്ങ് മുറിച്ച് കളയുക. കാരണം അത് കയ്പ്പുമാണ്, ഇത്തിരി ഹാർഡുമാണ്, കഴിക്കാൻ വേണ്ടി ഇത്തിരി ഹാർഡുമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് കളയുക. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ സോഫ്റ്റായിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഇത്തിരി വളർന്നതായതുകൊണ്ടാണ് ആ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളുള്ളത്. ഈ ചെറിയ കുരുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഹാർഡായിട്ടുള്ളതൊന്നും കാണത്തില്ല, സോഫ്റ്റായിട്ടുള്ളത് തന്നെ. അത് മാത്രം നമുക്ക് കറി വെച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കട്ടിങ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകി നമ്മുടെ മരിച്ചിന്, അതായത് കപ്പ പുഴുങ്ങും പോലെ ഇത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട്, ഞങ്ങൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുക്കറിലോ എന്തിലും വേണമെങ്കിലും നമ്മുടെ കപ്പ പുഴുങ്ങും പോലെ പിഴുങ്ങിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുള അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഞങ്ങളൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും. ഇത് പിന്നെ നമുക്ക് ഒരുപാട് ദിവസം വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇത് സ്മെല്ലാവും. അതിനു മുമ്പേ
വേവിച്ച് ഉടൻ തന്നെ കറി വെച്ച് കഴിക്കുകയോ ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് കഴിച്ച് കാണിക്കാം. വേറെ ഒന്നുമില്ല, നമ്മുടെ മഷ്റൂം അവിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ. അതേ ഒരു സെറ്റപ്പാണ് മഷ്റൂം അവിച്ച് കഴിഞ്ഞ്. ഇത് പക്ഷേ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ കിഴങ്ങ് അവിക്കും പോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അവിച്ചിട്ട് വേണം പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാം. കറി വെക്കുകയോ അതല്ല മെഴുക്കുരട്ട് എന്തുവേണോ ചെയ്യാം. എന്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇപ്പം ഞാൻ കഴിച്ച് കാണിക്കാം. മോനെ തന്നെ കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഇത് ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നമ്മളെ മുളക് ഇടിച്ച് ചതച്ച് അതിനോട് ചെറിയ ഉള്ളിയൊക്കെ ഇടിച്ച് ചതച്ച് ഒരു സൈസ് എണ്ണ ഒഴിച്ച് ഒരു സൈസ് കറി ഉണ്ടാക്കുമല്ലോ. അതായത് പുളിയും മുളകും പോലത്തെ. പുളിയും മുളകും ഞങ്ങളുടെ നാട്ടിൽ മുമ്പ് അമ്മയൊക്കെ കഞ്ഞീരോടെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ടേസ്റ്റാണത്. അതുപോലെയൊക്കെ ചെയ്തിട്ട് അതിൽ തൊട്ട് കഴിക്കണം. നല്ല സ്പൈസി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കറി വെച്ച് കഴിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ആ മുളക് കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എന്തായാലും ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അടിപൊളിയാണ്. നമ്മളെ മഷ്റൂം കഴിക്കുമ്പോലെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറിച്ച് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.